ദളപതി വിജയ് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക്. അപ്പൊ കുറെ നാളായിട്ട് പറഞ്ഞു കേട്ടൊരു സംഭവമാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണേണ് എന്നൊക്കെ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു അടക്കത്തിനകത്തുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇപ്പോ അതങ്ങനെ കൺഫേം ആയിരിക്കുകയാണ്. ദളപതി വിജയ് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇന്നലെ ഒരു പോസ്റ്റ് ഞാൻ കാണാനായിട്ടിടയിൽ. അപ്പൊ ആ പോസ്റ്റ് ഞാൻ ഇങ്ങനെ കുറെ നേരം നോക്കിയിരുന്നു എന്ത് ഇതിനകത്ത് എഴുതിയേക്കണെന്നൊക്കെ. കാര്യം ഫുള്ള് തമിഴിനകത്തായിരുന്നു എഴുതിയേച്ച്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പുള്ളി രാഷ്ട്രീയത്തിനകത്ത് ഇറങ്ങണതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ആണ് അതൊന്ന്. അപ്പൊ പുള്ളിക്കാരന്റെ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടിയുടെ പേര്. അപ്പൊ ഈ പുള്ളി രാഷ്ട്രീയത്തിനകത്ത് ഇറങ്ങുന്ന ആ ഒരു സംഭവത്തിനെ പറ്റി നമ്മുടെ ഏഷ്യാൻ ന്യൂസിനകത്തൊരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്നും ആദ്യം കണ്ടു. തമിഴ്നാട്ടിൽ സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പ്രവേശനം അറിയിച്ചിരിക്കുകയാണ് വിജയ്. കരാറായ ചിത്രങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ സിനിമ ഉപേക്ഷിച്ച് പൂർണ്ണ സമയം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും വിജയ് വ്യക്തമാക്കി. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കരാർ ഏറ്റെടുത്തേക്കുന്ന സിനിമകളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കും മൊത്തത്തിൽ രാഷ്ട്രീയത്തിനകത്ത് ഇറങ്ങുന്നത്. അതായത് പിന്നെ സിനിമ വിടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിനകത്ത് എനിക്ക് ചെറിയ ഡൗട്ടുകൾ ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ലോകേഷിന്റെ LCU ഒക്കെ നമ്മൾ നോക്കണമെങ്കിൽ അതിനകത്ത് ഈ ഇടയ്ക്കൊക്കെ ഇപ്പൊ ഈ ലിയോ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ സിനിമ മൊത്തത്തിൽ വിടുമ്പോഴത്തേക്ക് അതൊക്കെ ഇനി എങ്ങനെ ചെയ്യും, അതൊക്കെ എൻ്റെ ഒരു ഡൗട്ടാണ്. പിന്നെ ഈ ഒരു വിജയിനെ പോലെ ഒരാൾ ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ രാഷ്ട്രീയത്തിനകത്തേക്ക് ഇറങ്ങുന്നതിനോട് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല. പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ടായിരുന്നു എന്നൊരു അങ്ങനത്തെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. കാര്യം പുള്ളി സിനിമനകത്ത് കാണുമ്പോഴത്തേക്ക് പുള്ളിനെ ഒരു സ്ക്രീനിനകത്ത് കാണുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക എഫക്റ്റാണ്. ഇതിനൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ആ ഒരു ഫാൻ ഷോ ഒക്കെ കാണാൻ എൻ്റെ പൊന്നോ അതൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇനി ഞങ്ങൾ മിസ് ചെയ്യും. നമുക്ക് ബാക്കിയുണ്ടോ? ദളപതിയുടെ ഈ നീക്കത്തിന് പിന്നിലെ കാരണങ്ങളും ലക്ഷ്യവും എന്താണ്? വിഷ്ണു രാധൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. തമിഴ് സിനിമയിൽ ഒരേ ഒരു പുരച്ചിക്കലേഞ്ചർ MGR, ഒരേ ഒരു നടികർ തിലകം ശിവാജി ഗണേശൻ, ഒരേ ഒരു പുരച്ചിക്കലേഞ്ചർ ക്യാപ്റ്റൻ വിജയകാന്ത്, ഒരേ ഒരു ഉലക നായകൻ കമലഹാസൻ, ഒരേ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ഒരേ ഒരു തല അജിത്. എന്റെ രാജാവ് നിങ്ങളാണ്, ഞാൻ നിങ്ങളുടെ ദളപതി. കഴിഞ്ഞ വർഷം വിജയ് പറഞ്ഞ ഈ വാക്കുകളിൽ നിന്നും ജനം വായിച്ചെടുത്തതാണ് ഇപ്പോഴിതാ പ്രഖ്യാപനം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ലിയോന്റെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോഴത്തേക്ക് അവിടെ ആയിരുന്നു ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു സംഭവം പറഞ്ഞ ഓഡിയോ ലോഞ്ച് അല്ലല്ലോ, ലിയോന്റെ മറ്റേ സക്സസ് മീറ്റ് ആയിരുന്നപ്പോ. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ വിജയ് ഈ ഒരു സംഭവം പറഞ്ഞത്. അതായത് ഈ ഒരേ ഒരു ഇതപ്പൊ ഞാൻ നിങ്ങളുടെ തളപതി എന്നുള്ള ഒരു സംഭവം പറഞ്ഞത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ തന്നെ ഒട്ടുമിക്ക ആൾക്കാർ ഉറപ്പിച്ചതായിരുന്നു പുള്ളി മറ്റേ രാഷ്ട്രീയത്തിനകത്തേക്ക് ഇറങ്ങാൻ പോണേണെന്നുള്ള ഒരു സംഭവം. ദ്രാവിഡ കക്ഷികൾ മാത്രം വേരി പിടിക്കുന്ന തമിഴ് മണ്ണിൽ വിജയ് സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. തമിഴ് വെട്രിക്കഴകം. വെട്രി എന്നാൽ വിജയം. சொன்னா புரியாது சொல்லுக்குள்ள അടങ്കാത് നീങ്കല്ല എന്മേലെ വെച്ച പാസം. ആ പാസത്തെ വോട്ടാക്കി മാറ്റാൻ രണ്ടും കൽപ്പിച്ചുള്ള വരവ്. തന്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കത്തെ മുമ്പ് തന്നെ മക്കൾക്കിടയിലേക്ക് പറഞ്ഞുവിട്ട് അടിത്തറയൊരുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം കണ്ടു. 169 അംഗങ്ങൾ മത്സരിച്ചപ്പോൾ 115 പേരും തിരഞ്ഞെടുക്കപ്പെട്ടു. മഴയിലും പ്രളയത്തിലും വെള്ളപ്പൊക്കത്തിലും വിജയ് ആരാധകർ തമിഴ് മക്കൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങി. വിജയ് തന്നെ നേരിട്ടെത്തി പ്രളയ ദുരിതബാധിതരെ ചേർത്ത് പിടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയുടെ ഉന്നം. ഇതൊരു എടുത്തുചാട്ടമാണെന്ന് പറയാൻ പറ്റില്ല. വർഷങ്ങൾ കൊണ്ടുള്ള ഹോംവർക്കും സമകാലികരുടെ അനുഭവങ്ങളും കണ്ടുപഠിച്ചു തന്നെയാണ് ഈ വരവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും എടുത്തുചാട്ടമാണെന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. കാര്യം പുള്ളിക്കാരന്റെ ആ ഒരു ഇത് നോക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നാളത്തെ ആ ഒരു പുള്ളിയുടെ ഒരു ഇതൊക്കെ നോക്കണമെങ്കിൽ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ഇനി ഇത്ര നാളെ നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് എൻ്റെ ജീവിതം ഇനി ബാക്കി മാറ്റി വെക്കാം എന്നൊക്കെ പുള്ളിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. കാര്യം എത്രത്തോളം നമ്മളെ വിജയുടെ ഇപ്പൊ മറ്റേ കുട്ടി സ്റ്റോറിയൊക്കെ പറയുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ അത്രത്തോളം ഈ ഫാൻസ് ആയിട്ട് ഒരു കണക്റ്റഡ് ആണ്. അപ്പൊ അത്രയും ആൾക്കാരെ വൈബ് അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഈ വിജയ് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. ഞാൻ പക്ഷെ പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. കാര്യം നമ്മൾ ഇനി അതൊക്കെ മിസ് ചെയ്യുക. ആ ഒരു ഓഡിയോ ലോഞ്ചും അതേപോലെ പുള്ളിക്കാരൻ്റെ ആ ഒരു സക്സസ് മീറ്റും അതേപോലെ പുള്ളിയുടെ ആ ഫസ്റ്റ് ഷോ അതൊക്കെ മിസ് ചെയ്യും ഈ ഒരു രാഷ്ട്രീയത്തിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും പുള്ളിക്ക് കുറെ ആ രീതിക്കുള്ള ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുള്ളിയുടെ സിനിമ ഇഷ്ടമല്ലാത്ത ആൾക്കാർ അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി രാഷ്ട്രീയത്തിനകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും വേറെ കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അതൊക്കെയാണ് എനിക്കൊരു ചെറുതായിട്ടൊരു താല്പര്യം ഇല്ലാത്തൊരു കേസ്. അപ്പൊ എന്തായാലും അങ്ങനെ പോട്ടെ, പുള്ളിയുടെ ഇഷ്ടമാണ്. പുള്ളിക്ക് ചിലപ്പോൾ രാജ്യത്തിനെ സേവിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഇഷ്ടമാണ്. വിജയകാന്തിന്റെ ഉയർച്ചയും തളർച്ചയും അടുത്തു നിന്ന് കണ്ട ഒരാൾ. കമലഹാസന്റെ മല പോലെ വന്ന് എലി പോലെയായ മക്കൾ നീതിമയ്യം. പലകുറി ഒരുങ്ങിയിട്ടും പിൻവാങ്ങിയ രജനീകാന്ത്. ഇതെല്ലാം വിജയുടെ മുന്നിലുണ്ടായിരുന്നു. 90കളിൽ രജനീകാന്ത് ഈ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തമിഴകത്തിന്റെ പുരച്ചിത്തലവരാകേണ്ടത് രജനി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അന്ന് രജനി എടുക്കാൻ വൈകിയ തീരുമാനം വിജയ് കൃത്യസമയത്ത് എടുത്തുവെന്ന് പറയാം. എന്റെ അണ്ണൻ എന്ന് വിളിച്ച് മലയാളിയും തമിഴിനും നെഞ്ചേറ്റുന്ന താരം. പടം മോശമായാൽ പോലും കോടിക്കിലുക്കത്തിൽ ഞെട്ടിക്കുന്ന താരം.
രജനിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന് ചോദിക്കാൻ ആരാധകരെ പ്രേരിപ്പിക്കുന്നതും. വായനശാലകൾ, സൗജന്യ ട്യൂഷൻ സെന്ററുകൾ, നിയമസഹായ കേന്ദ്രങ്ങൾ, ക്ലിനിക്കുകൾ എന്നിവ ഇതിനോടകം തന്നെ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിനകത്തെ കേസ് നമ്മൾ നോക്കണമെങ്കിൽ തമിഴ്നാട്ടിനകത്ത് ആദ്യമായിട്ടല്ല സിനിമയെന്ന് ഒരാൾ രാഷ്ട്രീയത്തിനകത്തേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പ് നോക്കണമെങ്കിൽ മുമ്പത്തെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള പലരെയും നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ സിനിമയിനകത്ത് ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ വിജയുടെ കേസ് നോക്കണമെങ്കിൽ തമിഴ്നാട്ടിനകത്ത് തന്നെ അല്ല, ഇപ്പൊ കേരളത്തിനകത്താണെങ്കിൽ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഈ വിജയ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരാളൊക്കെ രാഷ്ട്രീയത്തിനകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവിടെ ഭയങ്കര ഇമ്പാക്ട് തന്നെയൊക്കെ ഉണ്ടാവാൻ. 234 മണ്ഡലങ്ങളിലും ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ നീക്കം. വിജയ് ഒരു പദയാത്രയും നടത്തിയേക്കാം. അടുത്തിടെ ഇറങ്ങിയ സിനിമകളിലൂടെ വിജയ് പറഞ്ഞു വെച്ച രാഷ്ട്രീയം, GST വിവാദം, റെയ്ഡുകൾ, തെരഞ്ഞെടുപ്പ് ദിവസത്തെ സൈക്കിൾ യാത്ര, അങ്ങനെ പോയ വർഷങ്ങളിൽ വിജയ് കൃത്യമായ സൂചനകൾ നൽകിയിരുന്നു. ഇപ്പൊ വിജയുടെ ഈ അടുത്ത് തന്നെ വന്ന കുറെ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രാഷ്ട്രീയത്തിനകത്തേക്കുള്ള വിജയുടെ ഒരു കാൽവെപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി വിജയ് എന്തായാലും രാഷ്ട്രീയത്തിനകത്തേക്ക് ഇറങ്ങും. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പുള്ളി എന്തായാലും കൺഫേം ചെയ്തല്ല. അപ്പൊ പുള്ളി ഇറങ്ങട്ടെ, എന്തായാലും അടിപൊളിയായിട്ട് തന്നെ അതൊക്കെ പോട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. എത്ര പേർക്ക് അതിനോട് യോജിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇപ്പൊ രാഷ്ട്രീയത്തിനകത്തേക്ക് ഇറങ്ങണതും ഇറങ്ങാത്തൊക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്. കാര്യം ആഫ്റ്റർ ഓൾ അത് അവരുടെ ഒരു താല്പര്യമാണ്. ഇപ്പൊ എൻ്റെ ഒരു ഇഷ്ടമാണ്. ഞാൻ രാഷ്ട്രീയത്തിനകത്തേക്ക് ഇറങ്ങണോ വേണ്ടയോ, എനിക്ക് രാഷ്ട്രീയം വേണ്ടോ, അതല്ലേ പാർട്ടികളോട് ഞാൻ പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളോടോ അങ്ങനെ ഒരു ചായവോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് അത് തലവേദനയാണ്. എന്തിനാണ് വെറുതെ അവരായി അവരുടെ പാടായി അവരവരുടെ പാർട്ടിന് പോട്ടെ എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രാഷ്ട്രീയം പരിപാടിനകത്തേക്ക് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇറങ്ങുന്നതിനോട് എനിക്കങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ വീഡിയോ താഴെ കമന്റ് ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.